കമ്മ്യൂണിസ്റ്റുകാരാൽ കൊലചെയ്യപ്പെട്ട ക്രൈസ്തവ രക്തസാക്ഷികളുടെ ജീവിതങ്ങളിലേക്ക് വെളിച്ചം വീശുന്ന മീഡിയ പ്രോജക്ട് ഈ വെള്ളിയാഴ്ച ഉദ്ഘാടനം ചെയ്യപ്പെടും. വിശ്വാസകാര്യങ്ങളിൽ തീക്ഷ്ണമായ നിലപാടുകളുള്ള അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോ അതിരൂപതയുടെ ആർച്ച് ബിഷപ്പ് സാൽവത്തോർ കൊർഡിലിയോണിയാണ് ഇത് സംബന്ധിച്ച പ്രഖ്യാപനം നടത്തിയത്. ആർച്ച് ബിഷപ്പ് സാൽവത്തോർ കൊർഡിലിയോണി ഫ്ലോറിഡ സംസ്ഥാനത്തെ ദക്ഷിണ മിയാമിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ദേവാലയത്തിൽ പരിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ട് മാർട്ടിയേഴ്സ് ഓഫ് കമ്മ്യൂണിസം എന്ന് പേരിട്ടിരിക്കുന്ന പ്രോജക്ടിന് തുടക്കം കുറിക്കും. കമ്മ്യൂണിസത്തിന്റെ രക്തസാക്ഷികളെ ശരിക്കും ഓർമ്മിക്കാൻ കത്തോലിക്ക വിശ്വാസികൾക്ക് സാധിക്കാതെ വന്നതിന്റെ പ്രധാന കാരണം അവരുടെ കഥകൾ പറയാൻ നാം ആവശ്യത്തിൽ കൂടുതലായി സെക്യുലർ മാധ്യമങ്ങളെയും കലാകാരന്മാരെയും ആശ്രയിക്കുന്നത് മൂലമാണെന്ന് ഫസ്റ്റ് തിങ്സ് മാഗസിനിൽ കഴിഞ്ഞയാഴ്ച ആർച്ച് ബിഷപ്പ് കൊർഡിലിയോണി എഴുതിയിരുന്നു. ഇപ്പോൾ ആരംഭിക്കുന്ന മീഡിയ പ്രോജക്ട് വഴി കമ്മ്യൂണിസ്റ്റ് രക്തസാക്ഷികളുടെ കഥകൾ പരിശുദ്ധ കുർബാനയിലൂടെയും ഗാനങ്ങളിലൂടെയും ചിത്രങ്ങളിലൂടെയും കവിതകളിലൂടെയും വീഡിയോകളിലൂടെയും ഉപന്യാസങ്ങളിലൂടെയും ആളുകളോട് പറയുമെന്ന് അദ്ദേഹം പറഞ്ഞു. വാഷിംഗ്ടൺ DC-യിൽ സ്ഥിതി ചെയ്യുന്ന വിക്ടിംസ് ഓഫ് കമ്മ്യൂണിസം മ്യൂസിയത്തിന്റെ സഹകരണത്തോടുകൂടി ബെനഡിക്ട് 16 മാർപ്പാപ്പയുടെ പേരിൽ അറിയപ്പെടുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടായിരിക്കും മീഡിയ പ്രോജക്ടിന്റെ നടത്തിപ്പ് ചുമതല വഹിക്കുക. 20-ാം നൂറ്റാണ്ടിലും 21-ാം നൂറ്റാണ്ടിലും സ്വേച്ഛാധിപത്യ സർക്കാരുകൾ ഭരിച്ച റഷ്യയും ക്യൂബയും ചൈനയും നടപ്പിലാക്കിയതുപോലത്തെ മതപീഡനങ്ങൾ ഇക്കാലഘട്ടത്തിലും കമ്മ്യൂണിസ്റ്റ് സ്വേച്ഛാധിപത്യ സർക്കാരുകൾ നടപ്പിലാക്കുന്നുണ്ടെന്ന് ആർച്ച് ബിഷപ്പ് കൊർഡിലിയോണി ചൂണ്ടിക്കാട്ടി. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.